CPM, CPI മൂന്നാം ഘട്ട സീറ്റ് ചർച്ചയിലും തീരുമാനമായില്ല. അധിക സീറ്റിന്റെ കാര്യത്തിൽ അടുത്ത മുന്നണി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് CPM. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനുവിനെ മത്സരിപ്പിക്കാനുള്ള BJP നീക്കം പാളി. മത്സരിക്കാനില്ലെന്ന് CK ജാനു. ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. മുഖ്യമന്ത്രി പദത്തിലേക്ക് മെഹബൂബ മുഫ്തിക്ക് പിന്തുണ നൽകാൻ BJP തീരുമാനം. BJPയുടെ നിർമ്മൽ കുമാർ സിംഗ് ഉപമുഖ്യമന്ത്രിയാകും. ഹൈദരാബാദ് സർവകലാശാലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നു. മലയാളികളുടെ മോചനത്തിന് സംസ്ഥാന സർക്കാർ ഇടപെടണം എന്ന ആവശ്യം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ നെറ്റ്വർക്ക് നിയമ നടപടിക്ക്. ജിഷ്ണു രാഘവന് കലാലോകത്തിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം കൊച്ചി രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. VD രാജപ്പന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. T20 ലോകകപ്പിൽ നിന്ന് പാകിസ്ഥാൻ പുറത്ത്. നിർണായക മത്സരത്തിൽ 21 റണ്ണിന് ഓസ്ട്രേലിയയോട് തോറ്റു. ജെയിംസ് ഫോക്നർക്ക് 5 വിക്കറ്റ്. ജമ്മു കാശ്മീരിൽ മെഹബൂബ മുഫ്തിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ BJP തീരുമാനിച്ചു. നിർമ്മൽ കുമാർ സിംഗിനെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനും ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം തീരുമാനിച്ചു. BJPയുമായി ചേർന്ന് വീണ്ടും സർക്കാർ രൂപീകരിക്കാനും മെഹബൂബ മുഫ്തിയെ നിയമസഭാ കക്ഷി നേതാവായി നിശ്ചയിക്കാനും ഇന്നലെ ചേർന്ന PDP നിയമസഭാ കക്ഷിയോഗം തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് BJP നിയമസഭാ കക്ഷിയോഗം ചേർന്നത്. BJP ജനറൽ സെക്രട്ടറി രാം മാധവിന്റെയും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ PDPയെ പിന്തുണക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി കൈക്കൊണ്ടു. മുൻ ഉപമുഖ്യമന്ത്രി നിർമ്മൽ സിംഗിനെ കക്ഷി നേതാവായും തെരഞ്ഞെടുത്തു. നിർമ്മൽ സിംഗ് വീണ്ടും ഉപമുഖ്യമന്ത്രിയാകും. And she has reposed her full faith in the central government, and together we will form the government again, and I hope this will be a stable and good government for this welfare and progress of the state. സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് വൈകിട്ട് 4:30 ഗവർണറെ കാണാനായിരുന്നു മെഹബൂബ മുഫ്തി നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇത് അവസാന നിമിഷം മാറ്റിവെച്ചു. BJPയുമായി ചർച്ച നടത്തിയ ശേഷം ഒരുമിച്ച് ഇരു പാർട്ടികളും ഗവർണറെ കണ്ടേക്കുമെന്നാണ് സൂചന. ഇതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിക്കുക. ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായാണ് മെഹബൂബ അധികാരമേൽക്കാൻ പോകുന്നത്. മീഡിയ വൺ, ഡൽഹി. കശ്മീരിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ അണിയറ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് എന്നോടൊപ്പം അതിഥികളായി ഉള്ളത് ശ്രീ സുരേഷ് ബാബു, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എന്നോടൊപ്പം ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ BJPയുടെ KVS ഹരിദാസ് കൊച്ചി ബ്യൂറോയിൽ, നയതന്ത്ര വിദഗ്ധൻ B ഭദ്രകുമാർ തിരുവനന്തപുരത്ത്, സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസ് JNUവിലെ അസോസിയേറ്റ് പ്രൊഫസർ ആപ്പിമോൻ ജേക്കബ് ടെലിഫോൺ ലൈനിൽ ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ശ്രീ KVS ഹരിദാസ്, ഒരുപാട് രാഷ്ട്രീയമായ അർത്ഥഗർഭമായ ഒരുപാട് നിശബ്ദതകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പഴയതുപോലെ BJP PDP സഖ്യ സർക്കാർ കശ്മീരിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏതാണ്ട് മുഫ്തി മുഹമ്മദ് സെയ്ദ് മരിച്ച് ഏതാണ്ട് 2.5 മാസം കഴിയുമ്പോൾ ഇക്കാലം അത്രയും ഈ സഖ്യം ഇനി നടക്കാൻ പോകുന്നില്ല. പ്രായോഗികമായി ഇത് മുന്നോട്ടു പോകാൻ ഇടയില്ല. പുതിയ രാഷ്ട്രീയ സഖ്യ സാധ്യതകൾ ഉണ്ടായേക്കാം. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പലതരത്തിൽ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്നതായിരുന്നു ഈ 2.5 മാസത്തെ ഗ്യാപ്പ്. ഇപ്പോൾ ആ സമയത്ത് PDP മുന്നോട്ട് വെച്ചിരുന്ന ചില നിബന്ധനകൾ, അതായത് പൊതു മിനിമം പരിപാടിയിൽ വെച്ചിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ BJPയിൽ നിന്ന് ഉറപ്പുകൾ വേണം എന്നതുൾപ്പെടെ മെഹബൂബ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിബന്ധനകൾ അംഗീകരിക്കാൻ BJPക്കുള്ള മടിയാണ് ഈ കാലതാമസത്തിന് കാരണമായി പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട് ഈ 2.5 മാസം എടുത്തു ഈ സഖ്യം രണ്ടാമത് കൊണ്ടുവരാൻ? ഇത് ഏത് തരം അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്താണ് വീണ്ടും പഴയ ഫോർമുല തന്നെ കശ്മീരിൽ മതി എന്ന് തീരുമാനിച്ചത്? പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രപരമായി രണ്ടറ്റത്ത് നിൽക്കുന്ന രണ്ട് കക്ഷികൾ കശ്മീർ പോലൊരിടത്ത് ഒന്നിച്ചു വരുമ്പോൾ. ഗോപീകൃഷ്ണൻ, ജമ്മു കാശ്മീരിലെ ഗവൺമെന്റ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരുന്നു.
നമുക്കറിയാം 2014 അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ PDPയും അതുപോലെ തന്നെ BJPയും പരസ്പരം ഏറ്റുമുട്ടി പോരാടിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റുമുട്ടലിന് ശേഷമാണ് രണ്ട് കൂട്ടരും സഖ്യം ഉണ്ടാക്കാനും ഗവൺമെന്റ് രൂപീകരിക്കാനും നിശ്ചയിച്ചത്. അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം BJPയേക്കാൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം PDPക്കായിരുന്നു. കാരണം ഒരു BJP വിരുദ്ധ പ്ലാങ്കിലാണ് ഒരു പരിധിവരെ PDP ജമ്മു കാശ്മീരിൽ മത്സരിച്ചിരുന്നത്. അവര് ഒരു മൂന്നാമത്തെ ശക്തിയായിട്ടാണ്. കാരണം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, PDP ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവരുടെ ക്യാമ്പയിൻ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാമായിരുന്നു ആദ്യം മുതലേ തന്നെ ഒരു BJP വിരുദ്ധ പ്ലാങ്കിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാശ്മീരിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അവിടെ ഒരു ജനകീയ ഭരണകൂടം വേണമെന്ന് BJP ആഗ്രഹിച്ചു. കാരണം അതൊരു BJPയുടെ കുറേ വർഷങ്ങളായുള്ള നിലപാടായിരുന്നു. കാരണം വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മളത് കണ്ടതാ. ജമ്മു കാശ്മീരിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കൂടി നല്ല പിന്തുണയുള്ള ഒരു ഗവൺമെന്റിനെ കഴിയുള്ളൂ എന്നാണ് വാജ്പേയി തിരിച്ചറിഞ്ഞിരുന്നു. അതനുസരിച്ചാണ് നാഷണൽ കോൺഫറൻസിനെ അന്ന് NDA കൊണ്ടുവന്നതും ഫറൂഖ് അബ്ദുള്ളയും ഒമർ ഫറൂഖ് മറ്റ് അദ്ദേഹത്തിന്റെ മകനും ഒക്കെ BJPയുമായിട്ട് NDAയുമായിട്ട് സഹകരിച്ചൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാഴ്ചപ്പാട് തന്നെയാണ് BJP ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഗവൺമെന്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ച സമയത്തും തത്വത്തിൽ PDPയും BJPയും തീരുമാനിച്ച സമയത്തും നമുക്കറിയാം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗവൺമെന്റ് ഫോർമേഷൻ നടന്നത്. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ കാലത്ത് പോലും. മുഫ്തി മുഹമ്മദ് സയ്യിദ് നമുക്കറിയാം ഒരു പൊളിറ്റിക്കലി അത്രയ്ക്ക് സ്ട്രോങ് മാനാണ് ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിൽ. കാരണം അത്രമാത്രം സീനിയർ ആളാണ്. മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ആ ഒരു സ്റ്റാച്ചർ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പോലും ആ സമയത്ത് പോലും BJPയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുന്നതിന് ആ തരത്തിലൊരു തീരുമാനം എടുക്കാൻ കുറെ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം PDPയുടെ. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും BJPയും PDPയും സംസാരിച്ചു, ഒന്നിച്ച് നീങ്ങണമെന്ന് തീരുമാനിച്ചു. ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന് എന്നിട്ടും തീരുമാനങ്ങൾ ആ ഗവൺമെന്റ് ഫോർമേഷൻ എന്നിട്ട് നീണ്ടുപോയിരുന്നു. കാരണം അതിനു മുമ്പ് വന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ PDPയും BJPയും ഒന്നിച്ചാണ് മത്സരിച്ചത്. അവിടുന്ന് രണ്ട് കൂട്ടരുടെയും സ്ഥാനാർത്ഥികളെ രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാൻ സാധിച്ചു. അതും കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഫോർമേഷന് BJPയും PDPയും തയ്യാറായത്. അപ്പോൾ മുഫ്തി മുഹമ്മദ് സയ്യിദും BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ പോയത്. നമുക്കറിയാം. കാരണം അതിനൊരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് മുഫ്തിയുടെ മരണവും പിന്നീടുണ്ടായ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വവും സ്വാഭാവികമായിരുന്നു. കാരണം അതിനുശേഷം വന്ന അദ്ദേഹത്തിന്റെ മകള് അവർക്കും ഒരു തീരുമാനം എടുക്കാൻ പെട്ടെന്ന്, കാരണം ഒരു വനിതയാണ്. ജമ്മു കാശ്മീർ പോലുള്ള മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിൽ നിന്ന് വരുന്ന ഒരു മുസ്ലിം വനിതയ്ക്ക് മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിലേക്ക് ഒരു കാലെടുത്ത് വെക്കുന്ന സമയത്ത് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസങ്ങൾ ഉണ്ടായത് പല കോണുകളിൽ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഭദ്രകുമാർ, നമുക്കറിയാം അഫ്സൽ ഗുരു അനുസ്മരണത്തിന്റെ പേരിൽ JNUവിൽ അരങ്ങേറിയിട്ടുള്ള പ്രശ്നങ്ങളും അതിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന ചർച്ചകളും. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് നീതിപൂർവമല്ല എന്ന നിലപാടുള്ള ഒരു പാർട്ടിയാണ് ജമ്മു കാശ്മീരിൽ PDP. ഇങ്ങനെ പ്രത്യയശാസ്ത്രപരമായി തന്നെ BJPയെ പോലൊരു പാർട്ടിക്ക് ഈ രാജ്യത്ത് കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് നൽകാൻ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സഖ്യം ജമ്മു കാശ്മീരിൽ രൂപപ്പെടുത്തിയതിന് ശ്രീ KVS ഹരിദാസ് ഈ പറഞ്ഞ കശ്മീരിൽ ഒരു ജനകീയ ഭരണം വരണം എന്ന സതുദ്ദേശം അദ്ദേഹം പറയുന്ന ന്യായമായി അദ്ദേഹം പറയുന്ന ഈ സതുദ്ദേശം അതിനും അപ്പുറത്തേക്ക് മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മരണത്തിന് ശേഷം ഈ പറയുന്ന 2.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുനരാലോചനയിലൂടെ വീണ്ടും ഈ സഖ്യം രൂപപ്പെടുമ്പോൾ ശ്രീ KVS ഹരിദാസ് അവകാശപ്പെട്ടതുപോലെ ഈ കഴിഞ്ഞ ഒരു കൊല്ലം കാശ്മീരിന്റെ ഭരണം എത്രത്തോളം സുഗമമായിരുന്നു എന്ന കാര്യം പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇനി കോമൺ മിനിമം പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ കൂടുതൽ ഉറപ്പ് വേണം എന്ന ആവശ്യം മെഹബൂബ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് ഒരു ബാക്ക്ഡോറിൽ മറ്റെന്തെല്ലാം സാധ്യതകളാണ് ഉണ്ടായിരിക്കാൻ ഇടയുള്ളത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു പോക്ക്, ഈ സഖ്യത്തിന്റെ കശ്മീരിൽ ഭരണത്തിന്റെ മുന്നോട്ട് പോകിനെ താങ്കൾ കാണുന്നത്? ഇതിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞതുമായിട്ട് ഞാൻ യോജിക്കുകയാണ് ആ ആശയങ്ങളുമായിട്ട്. അല്ലെ, ഞാനത് വേറൊരു രീതിയിൽ അതിനെ സമീപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവിടുത്തെ സ്ഥിതി 3 തട്ടിലായിട്ട് നമ്മൾ കാണണം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ രാഷ്ട്രീയ സ്ഥിരത.
പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് വളരെ ഫ്രാഗ്മെന്റഡ് ആണ് അവിടെ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ PDPയും BJPയും തമ്മിൽ ഉള്ള ഒരു കോalition ഗവൺമെന്റ് വരുന്നതായിരിക്കണം. രാഷ്ട്രീയ സ്ഥിരത നോക്കുകയാണെങ്കിൽ അതായത് രണ്ടുപേർക്കും കൂടെ 53 സീറ്റ് 87 അംഗങ്ങളുള്ള അസംബ്ലിയിൽ അവരുടെ കൈവശത്താണ്. അപ്പോൾ രാഷ്ട്രീയ സ്ഥിരതയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് അനിവാര്യമാവുന്നു എന്ന് പറഞ്ഞാൽ അത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേകതകളെ കുറിച്ചും കണക്കിലെടുത്തുകൊണ്ടാണ് അത് പറയേണ്ടത്. പ്രത്യേകതകൾ എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിലിറ്റൻസി ഉണ്ട്. ഇപ്പോൾ ഒരു ലോ ഇന്റൻസിറ്റി മിലിറ്റൻസിയാണ്. ചിലർ പറയുന്നത് അവിടെ വലിയ തരത്തിലുള്ള മിലിറ്റൻസി ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ടെന്ന് സെക്യൂരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും രാജ്യത്തിന്റെ താൽപര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കോalition ഗവൺമെന്റ് വരുന്നത് നാഷണൽ ഇൻട്രസ്റ്റിന് പറ്റിയതാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വൈരുദ്ധ്യങ്ങളുള്ളതുകൊണ്ടും അത് മാത്രമല്ല ഒരു കൂട്ടുകക്ഷി ഭരണം എപ്പോഴും ഏത് സാഹചര്യത്തിലാണെങ്കിലും അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനായിട്ടുള്ള ഒരു സംസ്കാരം തന്നെ വാർത്തെടുക്കേണ്ടി വരും. കേരളത്തിലാണെങ്കിൽ തന്നെ നമുക്കറിയാം എത്രയോ 20, 30, 40 വർഷമായിട്ട് വാർത്തെടുത്ത ഒരു സംസ്കാരം ഇന്നിവിടെ ഉണ്ട്. അതിന്റെ പേരിലാണ് തുടരുന്നത്. കാശ്മീരിന് അങ്ങനെയുള്ള ഒരു പാരമ്പര്യമില്ല ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ രംഗത്ത്. അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടുള്ള ഒരു പോക്കാണ്. പക്ഷേ അത് അനിവാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ റിപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് കാശ്മീരിൽ ഉണ്ടാകണമെന്നുള്ളത്, ഇലക്ടഡ് ഗവൺമെന്റ് കാശ്മീരിൽ ഉണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾക്കാർക്കും എല്ലാവർക്കും സമ്മതിക്കാവുന്ന ഒരു കാര്യം, ഒരു പോപ്പുലർ ഏലിയനേഷൻ ഒരു ലെവലിൽ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഏലിയനേഷൻ നിൽക്കുന്ന ഒരു പ്രദേശത്ത് പ്രസിഡന്റിന്റെ റൂള് വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് ഗവേണൻസ് ആണ് നടക്കുന്നത്. ഡയറക്റ്റ് ഗവേണൻസ്, അക്കൗണ്ടബിൾ ഗവേണൻസ്, ട്രാൻസ്പെറന്റ് ഗവേണൻസ്, ഇതൊക്കെ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അവിടെ ഒരു റിപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഓപ്റ്റിമലായിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെ കൈകാര്യം ചെയ്യാൻ ഉള്ള ഒരു അവസരം കിട്ടും. അത് മനസ്സിലാക്കണം. ഇപ്പോൾ പലതും നമ്മൾ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ട് വീണ്ടും കാണുകയാണ്. അല്ലാതെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ മാസത്തിൽ ഫോറിൻ സെക്രട്ടറി ലെവൽ ടോക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരിലെ അത്തരത്തിലുള്ള ഒരു റിപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഉള്ളത്, അതിലൊരു പാരഡോക്സ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണത്. അവിടെ അതില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രതിസന്ധിയിലോട്ട് ഈ സംഭാഷണങ്ങൾ പോയെങ്കിൽ തന്നെയും ഒരു അന്തിമഘട്ടത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ തന്നെ തീരുമാനിച്ചതും അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിന്റെ പേരിലാണല്ലോ ഇനിയിപ്പോൾ ഈ കൂട്ടു സർക്കാർ വീണ്ടും രൂപപ്പെടുന്നത്. അപ്പോൾ അതെടുക്കുന്നതിന് അദ്ദേഹം വളരെ ബ്രോഡായിട്ടുള്ള ഒരു ചിന്ത അതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സുരേഷ് ബാബു, ജനുവരി 7 മുഫ്തി മുഹമ്മദ് സയ്യിദ് മരിച്ച തൊട്ടടുത്ത തിങ്കളാഴ്ച തന്നെ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും അതിനിടയിൽ സോണിയാഗാന്ധി ഉൾപ്പെടെ മറ്റ് പ്രധാനപ്പെട്ട അംബിക സോണി, സൈഫുദ്ദീൻ സോസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി മെഹബൂബ മുഫ്തിയുടെ വീട്ടിലെത്തുകയും തുടർന്ന് 20 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകൾക്കും പ്രത്യേകിച്ച് BJPയുമായുള്ള ബന്ധം വഷളാകുമെന്നും ആയിട്ടുണ്ടെന്നും ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾക്കുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെയും 2 മാസത്തിലധികം വേണ്ടി വന്നു ഈ സഖ്യം വീണ്ടും പൊടിതട്ടി തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ ഉള്ള തയ്യാറെടുപ്പിന്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത കോൺഗ്രസ് കണ്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കാം 2.5 മാസത്തെ ഒരു ഇടവേള ഇതേ സഖ്യത്തിന് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി വന്നത്? എന്താണ് ഇക്കാര്യത്തിലുള്ള താങ്കളുടെ അഭിപ്രായം? അല്ല, ഇത് ഒരു യഥാർത്ഥത്തിലുള്ള പച്ചയായ കച്ചവടമാണ് എന്നാണ് എൻ്റെ ഒരു സങ്കല്പം. കോൺഗ്രസ് കേവലം 84 നിയമസഭാംഗങ്ങളുള്ള സീറ്റിൽ 12 അംഗങ്ങൾ മാത്രമുള്ള, എന്നാണ് എൻ്റെ സബ്ജക്റ്റീവ് കറക്ഷൻ, 12 അംഗങ്ങൾ മാത്രമുള്ള ഒരു നിയമസഭാ കക്ഷിയാണ്. ആ കക്ഷി ഒരിക്കലും അധികാരത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല.
ശ്രീ ഗോപി പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലും അത് ശ്രീ ഭദ്രകുമാറും ശ്രീ KVS ഹരിദാസും എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സങ്കല്പത്തിൽ ഒരിക്കൽ പോലും യോജിക്കാൻ കഴിയാത്ത രണ്ട് ആശയ സങ്കല്പങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അധികാരം പങ്കിടുക എന്ന ആ ഒരു ചെറിയ അപ്പത്തിനു വേണ്ടിയുള്ളത് മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ജമ്മു കാശ്മീർ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് സുസ്ഥിര ഭരണം അതിന്റേതായ ഗുണഫലങ്ങൾ ഉണ്ടാക്കും എന്ന് ശ്രീ ഭദ്രകുമാർ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്കത് യോജിപ്പില്ല. കാരണം ആശയപരമായി യോജിപ്പില്ലാത്ത കൂട്ടുകെട്ടുകൾ ഒരിക്കൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരുറക്കാൻ കഴിയില്ല, വേരുറക്കാൻ പാടുമില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഏതെങ്കിലും ഒരു തലത്തിൽ അതിനകത്ത് ആശയപരമായ ഒരു യോജിപ്പ് വേണം. അതില്ലല്ലോ ഈ മുന്നണിക്കകത്ത്. പക്ഷെ ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ അഭിപ്രായവുമില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. കാരണം ഈ പറഞ്ഞ ഒരു ചീത്തപ്പേര് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ ഒരു സുസ്ഥിര ഭരണം ഉണ്ടാവുകയും ജനാധിപത്യ ഭരണ സംവിധാനം ഉണ്ടാകാനുള്ള അവസരമുണ്ടാകുമ്പോൾ അതിനോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് ചിത്രീകരിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ആശയപരമായി യോജിപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘത്തെ പോലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു. രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളുള്ള അല്ലെങ്കിൽ വിരുദ്ധമായ ആശയങ്ങളുള്ള പ്രത്യയശാസ്ത്രങ്ങളുള്ള രണ്ട് പാർട്ടികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് ഇതിനു മുൻപും നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലെവിടെയാണ് കാശ്മീരിൽ ഈ പറയുന്ന മാതിരി ഭരണസ്ഥിരതയെ ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളുള്ളത്? അവിടെയാണ് എന്റെയും ചോദ്യം. ഞാനും അതിലേക്ക് തന്നെയാണ് ഊന്നുന്നത്. ഇത്തരം പരീക്ഷണങ്ങൾ നടത്തട്ടെ, ആർക്ക് വേണമെങ്കിലും ആ പരീക്ഷണങ്ങൾ നടത്താം. ആ പരീക്ഷണങ്ങളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് ഞാൻ ഒരു ഒരു പാസിംഗ് ഒബ്സർവേഷൻ പോലെ ഞാൻ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും ഭരണസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭരണകൂടത്തിന്റെ ഒരു ഭരണ സംവിധാനത്തിന്റെ തെരുവിൽ ഈ 2.5 മാസക്കാലത്തിന് എന്ത് സംഭവിച്ചു എന്ന് ജനങ്ങളോട് പറയാൻ BJP-യും തയ്യാറാകണം, PDP-യും തയ്യാറാകണം. അല്ല, പച്ചയായ കച്ചവടത്തിന് എന്ന് താങ്കൾ ഒരു പ്രയോഗം നടത്തിയല്ലോ. അത് കാരണം എന്താ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന മെഹബൂബയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഒരുമിച്ച് മിനിഞ്ഞാന്ന് കണ്ടതിന് ശേഷം മാത്രമാ തീരുമാനം. എന്താണ് അതിനകത്ത് നടന്നിട്ടുള്ള അണ്ടർഹാൻഡ് ഡീലിംഗ്സ്? എന്താണ് അവിടെ നടന്നിട്ടുള്ള സംവിധാനങ്ങൾ? ഇത്രയും ശ്രീ രാം മാധവ് സ്ഥിരമായി അവിടെ നിൽക്കുകയാണ് BJP-യും RSS-നും വേണ്ടി. BJP-യുടെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നു. 2.5 മാസമായി അവിടെ ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഇല്ല. പ്രത്യയശാസ്ത്രപരമായി യോജിപ്പില്ലാതിരുന്നിട്ടും ഒരു ജനാധിപത്യ ഗവൺമെന്റ് വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ PDP-യും BJP-യും യോജിച്ച് ശ്രീ മുഫ്തി മുഹമ്മദ് സയ്യിദിനെ മുഖ്യമന്ത്രിയാക്കിയത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ആ മുന്നണിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്ത്? അത് ജനങ്ങളോട് പറയണം, ജനങ്ങൾ അറിയണം. ജനങ്ങളാണ് ഇതിലെ യഥാർത്ഥ യജമാനന്മാർ. അപ്പോൾ അതിൽ നിന്നും മാറ്റം വന്നതെന്ത്? ഇപ്പോൾ ഈ ആഴ്ചയിൽ മാറ്റം വന്നതെന്ത്? പ്രധാനമന്ത്രിയും മെഹബൂബയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്ത് മാറ്റത്തിന്റെ പേരിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്? ജനുവരി 7-ന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഈ നാട്ടിലെ മുന്നണിക്ക് പ്രായോഗികമല്ല എന്ന് കണ്ട് മാറി നിന്ന രണ്ട് കക്ഷികൾ പ്രധാനമന്ത്രിയും മെഹബൂബയും തമ്മിൽ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്യുമ്പോഴേക്ക് വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശ്രീ KVS ഹരിദാസ്, മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ ടെമ്പറമെന്റ് അല്ല മെഹബൂബ മുഫ്തിക്കുള്ളത് താങ്കൾക്കറിയാമല്ലോ. കശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ചും സൈന്യത്തിന്റെ പ്രത്യേകാധികാരം സംബന്ധിച്ചുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള, അതായത് വിരുദ്ധമായ രണ്ട് ധ്രുവങ്ങളിലുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ള കക്ഷികളാണ് PDP-യും BJP-യും. ഒരു കാര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ശ്രീ സുരേഷ് ബാബു ചോദിച്ച കാര്യങ്ങളിലുണ്ട്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ജനായത്ത ഭരണം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെടുത്ത ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സഖ്യം, ഈ കൂട്ടുകെട്ടെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സഖ്യം അതേപടി മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തുടരാനാണല്ലോ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. അതിന് നിങ്ങൾക്ക് 2.5 മാസക്കാലത്തെ ഗ്യാപ്പ് വേണ്ടി വന്നു. ആ ഒരു ഗ്യാപ്പ്, അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ ഇരു കക്ഷികൾക്കും ന്യായമായും അവരുടെ മേൽ ഇതിനുള്ള കാരണങ്ങൾ വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ശ്രീ KVS ഹരിദാസ്. ഗോപേഷൻ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യം, ഈ രാഷ്ട്രീയത്തില് അടിസ്ഥാനപരമായിട്ട് ഒരേ നിലപാടെടുക്കുന്നവർ മാത്രമാണ് സഖ്യത്തിൽ ഏർപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? പശ്ചിമ ബംഗാളിൽ ഇപ്പൊ എന്താ കാണുന്നത് നമ്മൾ? കേരളത്തിൽ CPM-ഉം കോൺഗ്രസും എങ്ങനെയാ മത്സരിക്കുന്നത്? എന്താണ് അവരുടെ നിലപാട്? ബംഗാളിൽ ഇപ്പൊ എന്താ ചെയ്യുന്ന CPM-ഉം കോൺഗ്രസും?
നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ കാണുന്നില്ലേ ചെങ്കൊടിയും കോൺഗ്രസിന്റെ പതാകയും ഒന്നിച്ച് കെട്ടിക്കൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ബംഗാളിൽ ഒരു അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ജമ്മു കാശ്മീരിന് രാഷ്ട്രീയമായിട്ട് രാജ്യസുരക്ഷ സംബന്ധിച്ച് നയതന്ത്രപരമായിട്ട് ചില പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അത് കണക്കിലെടുക്കാതെ ഒരു ഗവൺമെന്റിന് പോകാൻ കഴിയില്ല, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള പാർട്ടിക്ക്. അതാണ് ഇപ്പോൾ BJP ചെയ്തിട്ടുള്ളത്. കാരണം ജമ്മു കാശ്മീരിൽ ജനങ്ങളുടെ പിന്തുണയുള്ള, അവിടുത്തെ കാശ്മീർ വാലിയിലുള്ള ഒരു വലിയ ജനപിന്തുണയുള്ള പാർട്ടിയാണ് PDP എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പുറത്ത് ജമ്മു മേഖലയിൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ ഈ രണ്ട് മേഖലയിലും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ചേർന്ന് വളരെ വ്യക്തമായിട്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാശ്മീരിന്റെ വികസനത്തിന് മാത്രം ലക്ഷ്യമിട്ട് തന്നെയാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ കച്ചവടമൊന്നും അങ്ങനെയൊന്നും അതിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. പക്ഷെ ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടാണ് ഈ രണ്ട് കക്ഷികളും മുന്നോട്ട് പോയത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ ഒരു സ്പേസ്മാൻഷിപ്പ് അവരുടെ മകൾക്കില്ല, മെഹബൂബയ്ക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഈ ഗവൺമെന്റിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് അവരുടെ മേലിൽ വല്ലാത്ത സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളൊക്കെ അംഗീകരിക്കുന്നു. BJPക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP അവരൊരു നിലപാട് എടുക്കുന്നതിന് വേണ്ടി കാത്തിരുന്നത്. അവർക്കും വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല. ഒന്നില്ലെങ്കിൽ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നത് മാത്രമാണ് മെഹബൂബയുടെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷൻ. അതിനിടയ്ക്കാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒക്കെ അവിടെ അവരുടെ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ സഖ്യവുമായിട്ട് മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ അവിടെ ഒരു പോപ്പുലർ ഗവൺമെന്റ് ഉണ്ടാക്കുകയും മാത്രമായിരുന്നു പോംവഴി. അതിനാണ് അവർ തയ്യാറായത്. അവർ കുറച്ച് സമയമെടുത്തു. അത് BJPയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയല്ല. BJP വാസ് പ്രിപ്പയർഡ് ഫോർ എ ഗവൺമെന്റ് ഫ്രം ദ വെരി മൂമെന്റ്. കാരണം മുഫ്തി മരിച്ച സമയത്ത് തന്നെ മെഹബൂബയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഗവൺമെന്റിന് BJP സന്നദ്ധമായിരുന്നു. മുഫ്തിയുമായിട്ടുണ്ടാക്കിയ കോമൺ മിനിമം പ്രോഗ്രാം തുടരണം എന്നുള്ള നിലപാട് തന്നെയായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മെഹബൂബയ്ക്ക് അതിനകത്ത് കുറച്ച് താമസം വന്നു. അവര് കുറച്ച് കാലതാമസങ്ങൾ വരുത്തി. അവരെ ആശങ്കയിലാക്കിയിരുത്തിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവരുടെ പാർട്ടിക്കുള്ളിലും അവരുടെ സമുദായത്തിനുള്ളിലും ഒക്കെ തന്നെ. അതിൽ നിന്ന് അവർ മോചനം നേടി മുന്നോട്ട് വരാൻ അവർക്ക് ഇന്ന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ നമ്മൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കുറെ നാളുകളായിട്ട് അവിടെ നമ്മുടെ ഒരു ആന്റി നാഷണൽ എലിമെന്റ്സ് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ശക്തികളുടെ ഏതാണ്ടൊക്കെ ചെറുകൊടിഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിലൊന്നും അവരിന്ന് രംഗത്ത് വരുന്നില്ല. പക്ഷെ എന്നാലും എക്സ്ട്രീമിസ്റ്റ് എലിമെന്റ്സ് മുഴുവൻ കാശ്മീരിൽ നിന്ന് പുറത്തു പോയി എന്നൊന്നും കരുതാൻ പറ്റൂല. കാരണം പാകിസ്ഥാനിൽ നമ്മുടെ തൊട്ടടുത്ത് പിയോക്കയിലും മറ്റും ഈ എക്സ്ട്രീമിസ്റ്റ് എലിമെന്റ്സ് സജീവമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അതിന്റെ ശല്യം നമുക്ക് ഒരു പരിധിവരെ ജമ്മു കാശ്മീരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ ഇതിനെ നേരിടാൻ അവിടെ ഒരു പോപ്പുലർ ഗവൺമെന്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഭദ്രകുമാർ, ഹുറിയത്തുമായിട്ടുള്ള പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ചർച്ചകൾക്ക് തടസ്സമായി നിന്നത് ഹുറിയത്ത് നേതാക്കളെ കാണാൻ ഉള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു. അതിനിടെ അബ്ദുൽ ഖനി ഭട്ട് മുഫ്തി മുഹമ്മദ് സെയ്ദുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്തും BJP അത്ര ശക്തമായ ഭാഷയിലല്ല സംസാരിച്ചത്. അത്തരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് അന്ന് BJP എടുത്തത്. നേരത്തെ ശ്രീ KVS ഹരിദാസ് പറഞ്ഞു, വ്യത്യസ്തമായ ആശയങ്ങളുള്ളവർ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് പുതുമയുള്ള കാര്യമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ശരിയാണ്. പക്ഷേ കാശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ച്, സൈന്യത്തിന്റെ പ്രത്യേകാധികാരം സംബന്ധിച്ച്, വിഘടനവാദികളുമായുള്ള ബന്ധം, സമീപനം, ഇവ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള, വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള രണ്ടാശയങ്ങൾ അധികാരത്തിന് പേരിൽ ഒന്നിക്കുമ്പോൾ ഇത് രാജ്യാന്തര ബന്ധങ്ങൾ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ, നയതന്ത്ര ബന്ധത്തിൽ പോലും പലതരത്തിൽ സ്വാധീനിക്കപ്പെടാൻ ഇടയുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വളരുമ്പോൾ അതിന് അത്ര നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയുമോ? രണ്ടാമതായി, ഈ ബന്ധത്തിന് താങ്കൾ പറഞ്ഞു സുസ്ഥിരമായ ഭരണത്തിന് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൂട്ടുകെട്ട് നമുക്ക് തെറ്റു പറയാൻ കഴിയാത്ത കാര്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് അപ്രിയങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ആയുസ് എത്രത്തോളം ഉണ്ടാകും ജമ്മു കാശ്മീരിൽ? രണ്ടാമത്തെ ചോദ്യം ഞാൻ ആദ്യം തന്നെ പറയാം. ഇതിൽ ഈ കൂട്ടുഭരണം ഞാൻ നേരത്തെയും പറഞ്ഞു, അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല.
ഈ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും പല കോർ ഇഷ്യൂസ്, ആർട്ടിക്കിൾ 370 ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ PDPയെ സംബന്ധിച്ചിടത്തോളം PDPക്ക് മിലിറ്റന്റ് ഗ്രൂപ്പുകളുമായിട്ട് പണ്ട് കാലങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു, അങ്ങനത്തെ ചരിത്രവുമുണ്ട്. അതൊക്കെ എടുക്കുമ്പോൾ കോൺട്രഡിക്ഷൻസ് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ സമർത്ഥിക്കുന്നത് ഇതേ ഉള്ളൂ, കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ഉണ്ട്, കോൺട്രഡിക്ഷൻസ് എല്ലാം ഉണ്ട്, വളരെ രൂക്ഷമായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും രാജ്യത്തിന്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കോയലിഷൻ അനിവാര്യമാവുന്നു എന്നുള്ളതാണ്. ഇതിന്റെ എന്താണ് സവിശേഷതയെന്ന് മനസ്സിലാക്കണം. 28 സീറ്റ് PDPയുടെ കയ്യിലാണ്. അവർക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം വാലിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. BJPക്ക് 25 സീറ്റ്, നാഷണൽ കോൺഫറൻസിന് 15 സീറ്റ്, കോൺഗ്രസിന് 12, മൊത്തം അസംബ്ലി 87 സീറ്റ്. ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, കണക്ക് കൂട്ടുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടമല്ലാതെ വേറെ ഒരു രീതിയിലുമുള്ള ഒരു ഭരണകൂടം, റെപ്രസെന്റേറ്റീവ് ക്യാരക്ടറുള്ള ഒരു ഭരണകൂടം ഈ ഫ്രാഗ്മെന്റഡ് സിറ്റുവേഷനിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതിൽ ബോട്ടം ലൈൻ എന്താണ്? ബോട്ടം ലൈൻ പ്രസിഡന്റ് ഭരണമാണോ കൂടുതൽ നല്ലത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് ഉള്ളതുകൊണ്ട് അതോ റിപ്രസെന്റേറ്റീവ് റൂളാണ്? എന്റെ അഭിപ്രായത്തിൽ ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രസിഡന്റ് ഭരണത്തിന് പകരം രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഭരണം, ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഭരണം ആണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാശ്മീരിന്റെ സാഹചര്യത്തിൽ അത് അനിവാര്യമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് ഒരു കാര്യം. പിന്നെ ആദ്യത്തെ താങ്കളുടെ ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ന് വെച്ചിരുന്നാൽ PDP ഇപ്പോൾ ഈ കഴിഞ്ഞ എന്താ ഈ തടസ്സം ഉണ്ടായതിന്റെ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം തൊട്ടേ തന്നെ BJPക്ക് സന്തോഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടം തുടരുക എന്നുള്ളത് മുഫ്തിയുടെ മരണത്തിന് ശേഷം. പക്ഷെ PDPക്ക് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരാണിപ്പോൾ മെഹബൂബ എടുക്കുന്ന സമയം ഭരണത്തിൽ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവല്ല അവർ ക്വിന്റസെൻഷ്യലായിട്ട് അവരൊരു അജിറ്റേറ്ററാണ്. പിന്നെ അവരുടെ പ്ലാറ്റ്ഫോം എപ്പോഴും എല്ലാ കാലത്തും ഒരു ബോർഡർ ലൈൻ പ്ലാറ്റ്ഫോമാണ്. അതായത് അവര് ബൂർഷ്വാ ഡെമോക്രസിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും അവർ ഒരു കാലിരിക്കുന്നു, മറ്റൊരു വശത്ത് അവർക്ക് മിലിറ്റൻസിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു താനും. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം തന്നെ മനസ്സിലാക്കണം, ഇത് വളരെ വളരെ ബോൾഡായിട്ടുള്ള ഓഡേഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയുമായിട്ട്. എന്ന് വെച്ചിരുന്നാൽ അവരുടെ തന്നെ പ്രതിച്ഛായ മങ്ങാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. എന്നിരുന്നാൽ തന്നെയും വലിയ താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓഡേഷ്യസ് ഡിസിഷനിലേക്ക് കടക്കുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള സംസാരിക്കുന്ന സമയത്ത് 80കളിൽ നമുക്ക് പറ്റിയ തെറ്റ് വീണ്ടും ഉണ്ടാകരുത്. അതായത് ഒരിക്കലും അവിടെ പ്രസിഡന്റ് ഭരണം വന്നാൽ പിന്നെ ഒരു റിപ്രസെന്റേറ്റീവ് ഭരണം ഇക്കാലത്തൊന്നും വരാൻ സാധ്യതയില്ലാത്ത ഒരു ഘട്ടം ഉണ്ടായേക്കാം. ഒടുവിൽ നമ്മൾ എന്ത് പാടുപെട്ടതിന് ശേഷമാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടത്തിയത്. അപ്പോൾ ഒരു റിപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പാകിസ്ഥാന്റെ അടുക്കുകയും അന്താരാഷ്ട്രീയ രംഗത്തും കാശ്മീർ പ്രശ്നത്തിനെക്കുറിച്ചോ ഏതിനെക്കുറിച്ചോ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വരത്തിൽ ഒരു വലിയ ഖനമുണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടാൽ നമുക്ക് ഒളിക്കാനൊന്നുമില്ല. നമ്മൾക്കൊരു ഡെമോക്രാറ്റിക് പ്രോസസ് ഉണ്ട്. അവിടെ ആരുടെയും അവകാശങ്ങളെ നമ്മൾ തിരസ്കരിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഈ തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജമ്മു കാശ്മീരിൽ വരിക തന്നെയാണ് വേണ്ടത്, ഈ രാജ്യത്ത് സംശയമില്ല. പക്ഷെ അതേസമയം നമ്മൾക്ക് വ്യക്തമാകാതെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ 2.5 മാസക്കാലത്തെ ഈ ഒരു അനിശ്ചിതാവസ്ഥ എന്തിന് ജമ്മു കാശ്മീരിൽ ഉണ്ടായി? ഈ സഖ്യം തന്നെയാണ് തുടരാനുള്ള തീരുമാനമെങ്കിൽ ഇനി PDP മറ്റേതെങ്കിലും രാഷ്ട്രീയ താങ്കൾ പറഞ്ഞു കണക്കുകൾ ശരിയാണ്, കണക്കുകൾ അനുസരിച്ച് PDPക്കുള്ള 28 സീറ്റ്, BJPക്കുള്ള 25, നാഷണൽ കോൺഫറൻസിന്റെ 15, കോൺഗ്രസിന്റെ 12. മറ്റൊരു സാധ്യതകളും ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ മുന്നിൽ ഉടനെയില്ല. പക്ഷേ ചില രാഷ്ട്രീയ തീരുമാനങ്ങളെക്കുറിച്ച്, മാറ്റുന്നതിനെക്കുറിച്ച് മെഹബൂബ മുഫ്തി ആലോചിച്ചിരുന്നു. ആ ആലോചനയ്ക്ക് വേണ്ടിയായിരുന്നു ഈ 2.5 മാസത്തെ കാലയളവ് ഉണ്ടായത്. മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നത് PDPക്കകത്ത് തന്നെ പല വിഭാഗങ്ങളായി തിരിഞ്ഞ് ആ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. അതിൽ 15 MLA-മാർ അവിടെ നിന്നും വിട്ടുപോയി BJPക്കൊപ്പം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് വരെ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ മറ്റ് ഗത്യന്തരമില്ലാതെ ഈ ഒരു കൊല്ലത്തെ സഖ്യ സർക്കാർ സമ്പൂർണമായി അല്ല, അതൃപ്തി നിറഞ്ഞതായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഈ പാർട്ടി ദുർബലപ്പെട്ടു പോകും എന്നതുകൊണ്ട് മറ്റ് ഗത്യന്തരമില്ലാതെ, മറ്റ് രാഷ്ട്രീയ പോംവഴികളില്ലാതെ PDPക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നതാണോ? അതിന്റെ ഫലമാണോ ഈ 2.5 മാസത്തെ കാത്തിരിപ്പ്? PDPയെ സംബന്ധിച്ചിടത്തോളം
ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അവിടെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് വെച്ചിരുന്നാൽ BJPയുമായിട്ട് അവർ കൈകോർക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കോർ കൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു വല്ലാത്ത ഡിസോറിയന്റേഷൻ അത് കാരണം ഉണ്ടാകും. അത് മനസ്സിലാക്കും. BJPക്കുമുണ്ട് അതുപോലെയുള്ള അതേ തരത്തിലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഓഡേഷ്യസ് ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് രണ്ടുപേരും എടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അതിന് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. PDPക്ക് അകത്തുള്ള ഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവസാനം വരവരച്ച് ഇവിടെ നിർത്താം. മെഹബൂബ BJPയെ അനുമോദിച്ചു. അതായത് കശ്മീർ രാഷ്ട്രീയത്തിൽ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഈ ആളുകളെ പണം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുക എന്നുള്ള അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് BJP കടന്നുകൂടിയില്ല എന്നുള്ളത്. ചിലപ്പോൾ മെഹബൂബ ഇല്ലാതെ തന്നെയും PDPയുടെ ഒരു തുണ്ടും മറ്റേ നാഷണൽ കോൺഫറൻസിന്റെ ഒരു തുണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തുണ്ടും ആയിട്ട് വേണമെങ്കിൽ ഒരു സർക്കാർ അവിടെ ഉണ്ടാക്കാമായിരുന്നു. അതൊക്കെ കാശ്മീരിന്റെ ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദുളത്തിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന പുസ്തകത്തിൽ മനസ്സിലാകുമല്ലോ അവിടുത്തെ രാഷ്ട്രീയ സംസ്കാരം എങ്ങനെയാണെന്ന്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ കാലുമാറാറുണ്ട്. അപ്പൊ എല്ലാ പാർട്ടികളും ഇത് എൻജോയ് ചെയ്തിട്ടുമുണ്ട് പല ഇതിലും. പക്ഷെ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഗവൺമെന്റ് വന്നിരുന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ അതുകൊണ്ടാണ് അത് അറച്ചു നിന്നത്. അതായത് ഈ PDP എന്നുള്ള ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് വന്ന് ഈ സോളിഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി 28 അംഗങ്ങളുള്ള ഒരു എൻറ്റിറ്റിയുമായിട്ട് വന്നിട്ട് ഉള്ള ഒരു കോalition ഗവൺമെന്റ് വരികയാണെങ്കിൽ ഉറച്ച ഒരു സംവിധാനമാണ്. 2 പാർട്ടികൾ, 53 MLAമാരുടെ സപ്പോർട്ടുണ്ട്, 87 പേരുള്ള അസംബ്ലിയിൽ. അപ്പൊ അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിന് സമയം കൊടുത്തു, മെഹബൂബയ്ക്ക് സമയം കൊടുത്തു. അവർ എന്താണ് പതറി നിന്നത് എന്നുള്ളതും അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും PDPയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അതിലാരും ഇടപെടാതെ അവരെ കൊണ്ട് തന്നെ അവസാനം ഒരു തീരുമാനം ഉണ്ടാക്കി. അവർക്ക് തന്നെ ഒരു വളരെ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണ് അവർക്ക് മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് ഈ പദവിയിൽ രാഷ്ട്രീയ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ക്വിന്റസെൻഷ്യൽ പൊളിറ്റിക്കൽ അജിറ്റേറ്റർ ആണ്. അവരുടെ ബയോപ്രൊഫൈൽ PM സുരേഷ് ബാബു, ഏതായാലും മെഹബൂബ മുഫ്തി പുറത്ത് നമ്മൾ അറിയുന്നതനുസരിച്ച് കുറെ അധികം നിബന്ധനകൾ വെച്ചിരുന്നു. അതിലൊന്ന് കോമൺ മിനിമം പ്രോഗ്രാമിൽ അജണ്ടകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ BJPയിൽ നിന്ന് ഉറപ്പ് വേണമെന്നുള്ളതായിരുന്നു. മറ്റൊരുപാട് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ PDP നേരിടുന്നുണ്ടാകാം. ഒരുപക്ഷെ ആഭ്യന്തരമായ സമ്മർദ്ദത്തിന്റെ ഫലമായി കൂടിയാകാം 2.5 മാസത്തിന് ശേഷം BJPയുമായി ചേർന്ന് തന്നെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നവരൊരു തീരുമാനമെടുത്തതും. കേന്ദ്രം BJP ഭരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ ഓർഡേഴ്സ് എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി മാത്രമേ മെഹബൂബയ്ക്ക് തുടരാൻ കഴിയുകയുള്ളൂ കശ്മീരിൽ. അതല്ല, സ്വതന്ത്രമായി തീരുമാനങ്ങളെടുത്ത് പാർട്ടിയുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് സ്വത്വം നിലനിർത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ പ്രവർത്തിക്കാൻ മെഹബൂബ മുഫ്തിക്ക് കശ്മീരിൽ സാധിക്കുമോ? അതിൽ എൻ്റെ ഒരു നിരീക്ഷണം അതിനകത്ത് കാണുന്നത് അവരുടെ ഒരു വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ അനുഭവ സമ്പത്തില്ലായ്മ കൊണ്ട് ഒരു പക്ഷേ BJPയുടെ ഓർഡേഴ്സ് എടുത്തുകൊണ്ടുള്ളൊരു ഭരണത്തിനാണ് സാധ്യത ഞാൻ കാണുന്നത്. ഭരണത്തിന്റെ നൂലാമാലകളെക്കുറിച്ച് പ്രത്യേകിച്ച് അത്തരമൊരു കോൺസ്പീക്കസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതൊരു സ്റ്റേറ്റ് എന്ന് തന്നെ പറയാൻ നമുക്ക് ഭയമുള്ള ഒരു തരം ഒരു വളരെ വോളറ്റൈൽ സിറ്റുവേഷനുള്ള ഒരു സാഹചര്യമുള്ള ഒരു പ്രദേശത്ത് ഒരു വളരെ പൊളിറ്റിക്കൽ ഹാർഡ് വിൽ ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഒരു ഭരണം നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇറ്റ് വിൽ ബി എ ഓർഡർ ടേക്കിംഗ് ഗവൺമെന്റ് ഫ്രം ദി BJP എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞാനത് കാലം തെളിയിക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുതയാണ്. പിന്നെ ശ്രീ KVS ഹരിദാസ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബംഗാളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ സെന്റിമെന്റ്സിനോട് യോജിക്കുന്ന ആളാണ്. ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ആളാണ്. അത് മോരും മുതിരയും തമ്മിൽ യോജിക്കില്ല. അതവിടെ BJP, അവിടെ കോൺഗ്രസും CPM തമ്മിലാണ് സഖ്യമെങ്കിൽ അതും ഈ അർത്ഥത്തിൽ ഇത് ശരിയായ ഒരു നടപടിയല്ല. പക്ഷേ ഞാനീ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അനിവാര്യതയുടെ ഭാഗമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള മുന്നണികൾ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അതിനെ ടോളറേറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സഖ്യത്തിന്റെ ഒരു വക്താവല്ല. കശ്മീരിൽ PDP BJP സഖ്യത്തിന് ആയുസ് എത്ര? ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം.